ഉയിർപ്പുകാലം മൂന്നാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഉറച്ച അടിസ്ഥാനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് സദൃശനാണ്. വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിത മനുഷ്യന് തുല്യൻ. വചനം പാരായണം ചെയ്യുക, കേൾക്കുക, വാചിക പ്രാർത്ഥനകൾ ഉരുവിടുക, ഉച്ചത്തിൽ സ്തുതിക്കുക, കൂദാശകൾ കൈക്കൊള്ളുക, ഉപവാസ അനുഷ്ഠാനങ്ങൾ നടത്തുക, മറ്റുള്ളവരെ ഉപദേശിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയവയൊക്കെയാണ് വചനജീവിതം എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇതൊക്കെ താരതമ്യേന എളുപ്പമായ കാര്യങ്ങളാണ്. എന്നാൽ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എളുപ്പമല്ല. ശത്രുവിനെ സ്നേഹിക്കുക, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക തുടങ്ങിയ യേശുവിൻ്റെ പ്രബോധനങ്ങൾ കാതുകൊണ്ട് കേൾക്കാനും നാവുകൊണ്ട് ഉപദേശിക്കാനുമുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോഴാണ് ശിഷ്യത്വ ചക്രം പൂർത്തിയാവുക. ഇല്ലെങ്കിൽ നാം നാമമാത്ര ക്രൈസ്തവർ മാത്രമാകും. വചനശ്രവണം അതിൽ തന്നെ രക്ഷാകരമല്ല. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് വചനശ്രവണം പൂർണ്ണവും യാഥാർത്ഥവുമാകൂ.